ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു IT റേഡിയോ. ഇറ്റ്സ് മീ RJ അജിങ് വിത്ത് RJ ഫാത്തിമ. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നുണ്ട് അല്ലേ? യെസ്, തീർച്ചയായും. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യം അല്ലേ അജിൻ? ഫാത്തിമ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ന് ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ. സോ ഇന്ന് ക്യാൻസർ ഡേ ആയതുകൊണ്ട് നമുക്കൊരു അവയർനെസ് സെഷൻ ചെയ്താലോ? ഓക്കെ, പബ്ലിക്കിന് ഒരുപാട് സംശയങ്ങൾ കാണുമല്ലേ ക്യാൻസറിനെ പറ്റി? സോ ആ അവയർനെസ് സെഷൻ നമ്മുടെ തന്നെ സഹോദര സ്ഥാപനമായ ഇന്ദിരാഗാന്ധി ഡെന്റൽ കോളേജിൽ അവിടുത്തെ ഡോക്ടേഴ്സുമായി ചെയ്താലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ 2007 സ്ഥാപിതമായ NAC അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡുമായ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസിലാണ്. വേൾഡ് ക്യാൻസർ ഡേയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ എല്ലാ സംശയങ്ങളും നമുക്കിന്ന് നമ്മുടെ ഡോക്ടേഴ്സുമായി ഡിസ്കസ് ചെയ്യാം. വേൾഡ് ക്യാൻസർ ഡേയുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധ അറിയിക്കുന്ന ഒരു വിഷയമായിട്ടാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കോമൺ ആയിട്ട് വരുന്ന ക്യാൻസറിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ക്യാൻസറാണ് ഓറൽ ക്യാൻസർ. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി നമ്മോടൊപ്പം എത്തിച്ചേരുന്നത് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസസിലെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ ജിജി റോയ് ഫ്രം ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, ഡോക്ടർ ജോജി ജോർജ് ഫ്രം ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഡോക്ടർ ആദ്ര CP ഫ്രം ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ പാത്തോളജി, ഡോക്ടർ സുബ്രഹ്മണ്യം R, പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി. ഗുഡ് മോർണിംഗ്. വെൽക്കം ടു IT റേഡിയോ. എൻ്റെ പേര് ഫാത്തിമ. സാർ, ഇന്ത്യയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്യാൻസറാണ് ഓറൽ ക്യാൻസർ. അതിനെപ്പറ്റി സാറിന് എന്താണ് അഭിപ്രായം? ഇന്ത്യയിൽ പലതരം ക്യാൻസർ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ലങ് ക്യാൻസറാണ്. അത് കഴിഞ്ഞിട്ട് കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. പിന്നെ തേർഡിൽ നിൽക്കുന്നത് ഓറൽ ക്യാൻസറാണ്. ഇപ്പോൾ സ്ത്രീകളുടെയും പുരുഷന്മാരിൽ സെപ്പറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ പുരുഷന്മാരിൽ ഏറ്റവും കാണുന്നത് ലങ് ക്യാൻസർ, അത് കഴിഞ്ഞ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പിന്നെ ഓറൽ ക്യാൻസർ. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസറും സർവൈക്കൽ ക്യാൻസറുമാണ്. ഇതിൻ്റെ മെയിൻ സിംറ്റംസ് എന്തൊക്കെയാണ്? സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇപ്പോൾ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഈ ക്യാൻസറിൽ. മുമ്പ് നമ്മൾ ഏറെ താമസിച്ച് പോകാറുണ്ടായിരുന്നു. ഈ സിംറ്റംസ് കണ്ട് ആൾക്കാർ മനസ്സിലാക്കി വരുമ്പോൾ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്താറുണ്ടായിരുന്നു. അപ്പോഴാണ് ഡയറക്റ്റ് നമ്മൾ മരണം എന്നുള്ള സ്റ്റേജിലേക്ക് എത്തുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ മുമ്പേ എല്ലാവരും അറിഞ്ഞിരിക്കും സിംറ്റംസ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓറൽ ക്യാൻസറിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഓറൽ ക്യാൻസറിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ 2 ആഴ്ചയിൽ കൂടുതൽ ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകൾ, വൈറ്റ് അല്ലെങ്കിൽ റെഡ് കളറിലുള്ള പാടുകൾ, അതിന് ലൂക്കോപ്ലേക്ക അല്ലെങ്കിൽ എർത്രോപ്ലേക്ക എന്ന് പറയും. പിന്നെ വായിൽ കാണുന്ന തടിപ്പുകൾ. ഇതുകൂടാതെ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്, പിന്നെ വായി തുറക്കാനുള്ള ബുദ്ധിമുട്ട്, നാക്കിൻ്റെ ചലനം കുറയുക, ഇറക്കാൻ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കൂടെ കാണുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എന്താണേലും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കാണേണ്ടതാണ്. സാർ, ഈ രോഗത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഓറൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് വേർഡാണ്. അത് ഒരു വായിക്കകത്തുള്ള പല സ്ട്രക്ചേഴ്സിൽ വരുന്ന ക്യാൻസറിനും കൂടി ചേർന്ന് പറയുന്ന ഒരു പേരാണ് ഓറൽ ക്യാൻസർ. അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന പേരെന്ന് പറയുന്നത് ഓറൽ സ്ക്വാമസ് സെൽ കാർസിനോമയാണ്. അതല്ലാതെ തന്നെ ബേസൽ സെൽ കാർസിനോമയുണ്ട്, ഇതുപോലെ സലൈവറി ഗ്ലാൻഡ്സ് എഫക്ട് ചെയ്യുന്ന ക്യാൻസർ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കണ്ടുവരുന്നത് ഓറൽ സ്ക്വാമസ് സെൽ കാർസിനോമയാണ്. അപ്പോൾ അത് ലിപ്സിൽ വരാം, ടങ്ങിൽ വരാം, ഫ്ലോർ ഓഫ് ദ മൗത്തിൽ വരാം, പാലറ്റിൽ വരാം, കവിളിൽ വരാം. ഇതിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ ഓറൽ സ്ക്വാമസ് സെൽ കാർസിനോമ വരാം. ഇതിനകത്തുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് മെയിൻലി ഹാബിറ്റ്സ് ആണ്. ഇപ്പോൾ പുകയിലയുടെ ഹാബിറ്റ്സും മദ്യപാനവും ഇതാണ് ഉള്ളതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺസ്. അത് മാത്രമല്ല, അതല്ലാതെ തന്നെ ഒരു പൊട്ടിയ ഒരു പല്ലുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് അതൊരു മുറിവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഷാർപ്പ് ടൂത്ത് ഇല്ലെങ്കിൽ ഒരു ഫില്ലിംഗ് മര്യാദയ്ക്ക് ചെയ്യാതെ, ഇല്ലെങ്കിൽ ഒരു പൊട്ടിയ ഫില്ലിംഗ് ഉണ്ടെങ്കിൽ ആ ഫില്ലിംഗ് കോൺസ്റ്റന്റ് ആയിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു, ഇല്ലെങ്കിൽ സെറ്റ് വെക്കുമ്പോൾ ആ സെറ്റിൽ എന്തെങ്കിലും ഒരു ഷാർപ്പ് പോയിന്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാരണം സ്ഥിരമായിട്ട് ഒരു മുറിവ് വരുന്നുണ്ടെങ്കിൽ അതൊരു ക്യാൻസറസ് ചേഞ്ച് ആയിട്ട് വരാം. അപ്പോൾ ഈ ടൊബാക്കോ ആൽക്കഹോളാണ് സ്ഥിരം പറയുന്നതെങ്കിലും ഇങ്ങനത്തെ കുറേ റീസൺസ് ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു 6 മാസം കൂടുമ്പോൾ ഒരു ഡെന്റൽ ചെക്കപ്പ് വേണമെന്ന് പറയാൻ കാരണം തന്നെ ഇതൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ക്യാൻസർ വരുന്നതിന് മുന്നോടിയായിട്ട് ഒരു പൊട്ടൻഷ്യലി മാലിഗ്നന്റ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ എരിത്രോപ്ലേക്ക, ലൂക്കോപ്ലേക്ക, ഇതെല്ലാം ക്യാൻസർ ആയിട്ടില്ല, പക്ഷേ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ്. അതെല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്യാൻസർ എത്തുന്നത് വരെ നമുക്ക് അത് നേരത്തെ കണ്ടുപിടിച്ച് അത് അവിടെ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു റുട്ടീൻ ഡെന്റൽ ചെക്കപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഏർലി ഐഡൻറ്റിഫിക്കേഷനാണ്. ഈ ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത് പ്രിവെൻറ്റബിൾ ക്യാൻസറിലൊന്നാണ്. അപ്പോൾ വളരെ ചെറിയൊരു പെർസെൻറ്റേജേ ഉള്ളൂ ജനറ്റിക് കണ്ടീഷൻ കാരണം വരുന്നത്. അല്ലാതെ മോസ്റ്റ് ഓഫ് ദ കോസസ് നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. ഇതല്ലാതെ പലപ്പോഴും ഈ ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി ഇപ്പോൾ വരുന്ന ഒരു ഫുഡ് കൾച്ചറിൽ പലപ്പോഴും ആവശ്യത്തിനുള്ള വിറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒന്നും കിട്ടാറില്ല. പിന്നെ ഈ പറയുന്ന പോലെ പ്രോസസ്ഡ് മീറ്റും റെഡ് മീറ്റും ഒക്കെ ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലുണ്ടെങ്കിൽ ഇങ്ങനെയും ഒരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ ഓറൽ ക്യാൻസർ വേറെ ശരീരത്തിൻ്റെ വേറെ ഏതൊക്കെ ഭാഗത്തു നിന്ന് വന്ന ക്യാൻസറിൽ നിന്നും ഓറൽ ക്യാൻസറിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാം. അങ്ങനെ വരുന്ന ഓറൽ ക്യാൻസർ ഉണ്ട്. പിന്നെ റേഡിയേഷൻ,
എക്സസീവ് റേഡിയേഷൻ, സൺലൈറ്റ്, എക്സസീവ് എക്സ്പോഷർ ടു സൺലൈറ്റ്, ഇതെല്ലാം ഓറൽ ക്യാൻസറിൻ്റെ കോസിൻ്റെ ഭാഗമായിട്ട് തന്നെ വരും. ഏതെങ്കിലും തരം ഇൻഫെക്ഷൻസ് ഇതിന് ബാധകമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ചില തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ്, അതേപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇതെല്ലാം തന്നെയും ചില ഇൻഫെക്ഷൻസ് എങ്കിലും ഓറൽ ക്യാൻസറിന് കാരണമാകാം. അപ്പോൾ അത് ഇൻഫെക്ഷൻസ് റിലേറ്റഡ് അല്ലാതെ തന്നെയും ചില കേസിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നതുകൊണ്ടാവാം. അത് ഇൻഫെക്ഷനോ മറ്റ് അസുഖങ്ങളോ, HIV പോലെയുള്ള ഇൻഫെക്ഷൻസ് ആണെങ്കിൽ രോഗപ്രതിരോധ ശേഷിനെ ബാധിക്കുന്ന അസുഖമാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രോഗപ്രതിരോധ ശേഷി കുറയുന്നതുകൊണ്ടാവാം ഓറൽ ക്യാൻസറിന് കാരണമാകുന്നത്. അതേപോലെ മറ്റ് അസുഖങ്ങളുള്ള വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ഒരു മെഡിസിൻസ്, ഫോർ എക്സാമ്പിൾ ഈ സ്റ്റിറോയിഡ് പോലെയുള്ള മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിലും ഈ രോഗപ്രതിരോധ ശേഷി കുറയാം. അതിൻ്റെ ഭാഗമായിട്ട് അത് കാരണവും ഓറൽ ക്യാൻസർ സംഭവിക്കാവുന്നതാണ്. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ടൊബാക്കോ ഇതിലൊരു മെയിൻ ഫാക്ടറാണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും? അതെ, ടൊബാക്കോ വളരെ ഒരുപാട് കാരണങ്ങൾ ഇപ്പം തന്നെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞെങ്കിലും വളരെ നിസ്സംശയം പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണം തന്നെയാണ് ടൊബാക്കോയുടെ ഉപയോഗം. ടൊബാക്കോയുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് സ്മോക്കിംഗ് മാത്രമാണെന്ന്. സ്മോക്കിംഗ് മാത്രമല്ല, നമ്മുടെ ഈ ചവച്ചുപയോഗിക്കുന്ന ടൊബാക്കോ പ്രൊഡക്ട്സ് ഒരുപാടുണ്ട്. പാൻ മസാല പോലുള്ള റിഫൈൻഡ് പ്രൊഡക്ട്സും ഉണ്ട്. ഇതെല്ലാം തന്നെയും അടക്ക, പൊതി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയും പലതരത്തിലും ക്യാൻസറിന് കാരണമാകാം. അപ്പോൾ അത് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ട് വരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ഈ ചവച്ചുപയോഗിക്കുന്ന ടൊബാക്കോയിലാണ് ശരിക്കും വരുന്നത്, സ്മോക്കിങ്ങിനേക്കാളും. അപ്പോൾ അത് ടൊബാക്കോ എന്തുകൊണ്ടാണ് കാരണമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊബാക്കോയിൽ ഒത്തിരി കാർസിനോജൻസ് എന്ന് നമ്മൾ പറയും. അതായത് ഒത്തിരി രാസപദാർത്ഥങ്ങളുണ്ട്, ക്യാൻസറിന് കാരണമായേക്കാവുന്ന രാസപദാർത്ഥങ്ങളുണ്ട്. 4000-ലധികം രാസപദാർത്ഥങ്ങൾ, കെമിക്കൽസ് ഉണ്ട് ടൊബാക്കോയിൽ. അതിൽ തന്നെ 70ഓളം രാസപദാർത്ഥങ്ങൾ ക്യാൻസറിന് കാരണമാവുന്നതാണ്. നമുക്ക് അറിയാവുന്നത് എന്ന് വെച്ചാൽ നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ്. നിക്കോട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടുള്ള ആസക്തി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇതല്ലാതെ ഹൈഡ്രോ കാർബൺസ്, നൈട്രോസമൈൻസ്, അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ വേറെയുണ്ട്. അതെല്ലാം ക്യാൻസറിന് കാരണമാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാർസിനോജൻസ് എന്നാണ് നമ്മൾ തന്നെ വിളിക്കുക, ക്യാൻസർ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളെ. ഈ കാർസിനോജൻസ് കോശങ്ങളുടെ ഘടനയെ മാറ്റും, നമ്മുടെ സെൽസിൻ്റെ ഘടനയെ മാറ്റും. അതിനെ നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയും. ഈ മ്യൂട്ടേഷൻ എന്നുള്ള വാക്കും നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മ്യൂട്ടേഷൻ ഉണ്ടാക്കി സെല്ലിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തി അത് ക്യാൻസറസ് ആയിട്ട്, അതായത് ഒരു നോർമലായിട്ടുള്ള ഒരു സെല്ല് ക്യാൻസർ സെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഈ ടൊബാക്കോ കാരണമാവുന്നത്. അതിൽ വേറെയും ചില കാര്യങ്ങൾ വരാം. അതായത് ഒരാൾ ടൊബാക്കോ യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ചിലപ്പോൾ അയാൾ റെഗുലറായിട്ട് ടൊബാക്കോക്ക് എക്സ്പോഷർ ആയിരിക്കാം. കാരണം വീട്ടിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ഒരു പരിസരത്തോ എപ്പോഴും ടൊബാക്കോയുടെ സാന്നിധ്യം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുക. ഇതും ഇൻഡയറക്റ്റ്ലി ടൊബാക്കോ കാരണം വരുന്ന ഓറൽ ക്യാൻസറിന് കാരണമാകുക. ഏത് ക്യാൻസറിനാണെങ്കിലും കാരണം. ഓറൽ ക്യാൻസർ മാത്രമല്ല, പല ക്യാൻസറുകളും ടൊബാക്കോയുടെ ഉപയോഗം കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തിനു വേണമെങ്കിലും ഇത് കാരണമാകാം. അപ്പോൾ ഈ പാസീവ് സ്മോക്കിങ്ങിനെയാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയുക. അതുപോലെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ലെങ്കിൽ പോലും സ്മോക്ക് ചെയ്തൊരു സ്ഥലത്ത് അതിൻ്റെ ഒരു റെസിഡ്യൂസ് ഉണ്ടാവാം. അതിലൊന്നും ഈ വേപ്പേഴ്സ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അത് ശ്വസിച്ചാൽ പോലും ക്യാൻസർ, അതായത് ഓറൽ ക്യാൻസർ പോലെ ലങ് ക്യാൻസറും എല്ലാത്തിനും കാരണമാവും. അതിനെയാണ് നമ്മൾ തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയുക. അപ്പോൾ സ്മോക്കിങ്ങിൻ്റെ ഒരു ഡേഞ്ചർ എന്ന് പറയുന്നത് ലിമിറ്റഡ് അല്ല, അതൊരു ഭയങ്കര വാസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റ് പല പ്രാക്ടീസ് ഞാൻ പറഞ്ഞല്ലോ, സ്മോക്ക്ലെസ് ആയിട്ടുള്ള ഫോംസ്, അതായത് ഗുഡ്ക, മിശ്രി, അങ്ങനെ പാൻ മസാല, അങ്ങനെയുള്ള പല പ്രൊഡക്ട്സും ആൾക്കാർ യൂസ് ചെയ്യുന്നത് അതും ക്യാൻസറിന് കാരണമാകും. നമ്മൾ വിചാരിക്കും, ചില ആൾക്കാരുടെ എന്തെങ്കിലും മിസ്കൺസെപ്ഷൻ ഉണ്ട്, ഇതൊന്നും ക്യാൻസറിന് കാരണമാവുന്നില്ല, സ്മോക്കിംഗ് മാത്രമാണ് കാരണം, പുകവലി മാത്രമാണ് കാരണം എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. അത് തെറ്റാണ്. ഈ പുകയിൽ സ്മോക്കിംഗ് അല്ലാത്ത സ്മോക്ക്ലെസ് ആയിട്ടുള്ള ഫോംസിൽ നിന്നൊന്നും ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണെന്ന് വേണം പറയാം. ഡോക്ടർ മുമ്പ് സൂചിപ്പിച്ചിരുന്നു മുറിവുകൾ ഒരു കാരണമാണ് എന്ന്. പക്ഷേ മുറിവുകൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. നമുക്കിപ്പോൾ എനിക്കായാലും ഓരോരുത്തർക്കും മുറിവുകൾ സാധാരണമായി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഏത് തരം മുറിവിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? എപ്പോഴാണ് അത് കൺസൾട്ട് ചെയ്യേണ്ടി വരുന്നത്? നിങ്ങൾ പറഞ്ഞതുപോലെ മുറിവുകൾ സാധാരണമാണ്. അതിപ്പോൾ നമുക്ക് പൊട്ടിയ ഒരു പല്ലിൽ നിന്നോ കൂർത്ത ഒരു പല്ലിൽ നിന്നോ ഒരു ഫില്ലിംഗ്, അല്ലെങ്കിൽ പല്ല് അടച്ചിരിക്കുന്ന ഒരു പല്ല് കൂർത്തിരിക്കുന്നതാവാം, അല്ലെങ്കിൽ വച്ചിരിക്കുന്ന ഒരു വെപ്പ് പല്ലിൻ്റെ ഏതെങ്കിലും കൂർത്ത ഭാഗങ്ങളാവാം. ഇതിൽ നിന്നെല്ലാം നമുക്ക്, അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും നമുക്ക് മുറിവ് വരാൻ വായിൽ. ഇപ്പോൾ എല്ലാ മുറിവുകളും അപകടകാരികളല്ല. എന്നിരുന്നാലും പൊതുവെ 2 ആഴ്ചയിൽ കൂടുതൽ, നേരത്തെ പറഞ്ഞ പോലെ 2 ആഴ്ചയിൽ കൂടുതൽ വായിൽ ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.
അതിൽ പലപ്പോഴും നമ്മൾ പൊതുവെ പൊതുജനം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, വേദനയുള്ള മുറിവുകളാണ് നമുക്ക് അപകടകാരികൾ എന്നൊരു പൊതുവായ ധാരണയുണ്ട്. പക്ഷേ വേദനയുള്ള മുറിവുകളേക്കാൾ അപകടകാരികളാണ് വേദനയില്ലാത്ത മുറിവുകൾ. മുറിവ് നിലനിൽക്കുകയും എന്നാൽ വേദന ഇല്ലാതെ നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇക്കാര്യത്തിൽ വീണ്ടും ഊന്നി പറയേണ്ട ഒരു കാര്യം, 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡെൻ്റൽ ചെക്കപ്പ്, വായിലുള്ള ഒരു പരിശോധന വഴി നമുക്ക് ഇങ്ങനത്തെ കാരണങ്ങൾ കണ്ടുപിടിക്കുകയും നമുക്ക് അതിന് വേണ്ട ചികിത്സകൾ ചെയ്യുകയും ചെയ്യാം. ഈ ഓറൽ ക്യാൻസർ എന്ന രോഗം നമുക്ക് തടയാനായിട്ട് എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ഓൾറെഡി കാരണങ്ങളെപ്പറ്റി സംസാരിച്ചുള്ളൂ, അതായത് ഓറൽ ക്യാൻസർ ഉണ്ടാക്കുന്ന കാരണങ്ങളെപ്പറ്റി. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ മുൻകരുതൽ. അതായത് പുകയിലയുടെ ഉപയോഗമാവാം, അത് ഒഴിവാക്കുക. അത് എളുപ്പമല്ല, അത് നമ്മളതിനുള്ള ഒരു കൗൺസിലിംഗ് ഒക്കെ എടുക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നാമത്തേത്. രണ്ടാമത് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതും എല്ലാം എന്താണെങ്കിലും ട്രീറ്റ് ചെയ്യുക, അത് വെച്ചുകൊണ്ടിരിക്കുക. വായിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യുക. ഓറൽ ഹൈജീൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് നമ്മൾ പറഞ്ഞ 6 മാസത്തിലൊരിക്കലുള്ള ഡെൻ്റൽ ചെക്കപ്പ് വളരെ അത്യാവശ്യമാണ്. സ്കെയിലിംഗ്, അതായത് ക്ലീനിങ് ചെയ്യുക, ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഡെയിലി ഉള്ള ഓറൽ ഹൈജീൻ ആണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഷാർപ്പായിട്ടുള്ള ടൂത്ത് അല്ലെങ്കിൽ ഫില്ലിങ്സ് ചെയ്തത് പൊട്ടിപ്പോയി, അല്ലെങ്കിൽ പ്രോസസ്സസ് എന്തെങ്കിലും പല്ല് സെറ്റുകൾ വെച്ചിട്ടുണ്ട്, അതിൻ്റെ എന്തെങ്കിലും ഷാർപ്പ് പോയിൻറ്റ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഡോക്ടറിനെ കണ്ട്, അതായത് ഡെൻറ്റിസ്റ്റിനെ കണ്ട് നമ്മളതിനെ ഉള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതുകൂടാതെ ജനറലായിട്ട് വരുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ഡെയിലി ഉള്ള ശൈലികൾ, അതായത് ഭക്ഷണക്രമങ്ങളാവാം. ഭക്ഷണക്രമത്തിൽ നമ്മൾ ആൻറ്റി ഓക്സിഡൻസ്, നമ്മൾ ഒത്തിരി കേൾക്കുന്ന ഒരു വാക്കാണ് കോവിഡ് ടൈം തൊട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഡയറ്റിൽ എപ്പോഴും ഉൾപ്പെടുത്തുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറേ സിംറ്റംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ ആ സിംറ്റം ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എക്സാമിൻ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇന്ന ക്യാൻസർ ഉണ്ട്, അതായത് എനിക്ക് ഓൾ ക്യാൻസർ ഉണ്ട് ഇല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഓറൽ ക്യാൻസർ എത്തുന്നതിന് മുമ്പായി വായിൽ കുറച്ച് വെള്ളപ്പാടുകൾ അല്ലെങ്കിൽ ചുമന്ന പാടുകൾ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് പറയുന്ന പൊട്ടൻഷ്യലി മാലിഗ്നൻറ്റ് ഡിസോർഡേഴ്സ്, അതായത് ലൂക്കോപ്ലേക്കിയ, എർത്രോപ്ലേക്കിയ, അങ്ങനെ കുറച്ച് ലീഷൻസ് മുൻപായി വായിൽ കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എക്സാമിൻ ചെയ്യാം, തന്നെ നമുക്ക് എക്സാമിൻ ചെയ്ത് നോക്കാം. അതായത് സെൽഫ് എക്സാമിനേഷൻ. ഇതിന് 8 സ്റ്റെപ്പുകളാണുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ചുണ്ടിൻ്റെ ചുറ്റും ഒന്ന് പരിശോധിക്കുക. രണ്ടാമതായിട്ട് ചുണ്ട് മേലോട്ട് ഉയർത്തി ഉൾഭാഗം പരിശോധിക്കുക. മൂന്നാമതായി കീഴ്ചുണ്ട് താഴേക്ക് വലിച്ച് ഉൾഭാഗം പരിശോധിക്കുക. നാലാമത്തേത് ടോർച്ച് ഉപയോഗിച്ച് ഇരു കവിളിൻ്റെയും ഉൾവശം നോക്കിക്കാണുകയും കൈ കൊണ്ട് തടവി നോക്കുകയും വേണം. വിരൽ ഉപയോഗിച്ച് തടവി നോക്കുകയും വേണം. അടുത്തതായി നാവ് മേളിലേക്ക് ഉയർത്തി നാവിൻ്റെ അടിഭാഗം പരിശോധിക്കുക. പിന്നെ നാക്ക് മുന്നോട്ട് നീട്ടി നാവിൻ്റെ മുകൾ ഭാഗവും ഇരുവശങ്ങളും പരിശോധിക്കുക. പിന്നെ ടോർച്ച് ഉപയോഗിച്ച് അണ്ണാക്ക് പരിശോധിക്കുക. ടോർച്ച് ഉപയോഗിച്ച് ത്രോട്ട് പരിശോധിക്കുക. അപ്പോൾ ഇതാണ് 8 സ്റ്റെപ്പുകൾ ഓറൽ എക്സാമിനേഷൻ. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു വെള്ളപ്പാട് അല്ലെങ്കിൽ ചുമന്ന പാട് വായിൽ കാണുകയാണെങ്കിൽ ഈ എക്സാമിനേഷൻ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുകയാണെങ്കിൽ ഡെൻറ്റിസ്റ്റിനെ ഉടനെ കൺസൾട്ട് ചെയ്യുക. ഓറൽ ക്യാൻസറിന് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? ഓറൽ ക്യാൻസർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ക്യാൻസറാണ്. അത് ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ വായയെ മാത്രം ബാധിക്കുന്ന ഒരു സംഭവമല്ല. അത് സ്പ്രെഡ് ചെയ്യും, വേറെ ഭാഗത്തേക്കും കൂടി സ്പ്രെഡ് ചെയ്യും. കഴുത്തിലേക്കോ ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങളിലേക്കോ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഓറൽ ക്യാൻസർ. അപ്പോൾ ഏതൊക്കെ ഭാഗത്തെ ഇത് ബാധിച്ചിരിക്കുന്നു എന്നതനുസരിച്ച് ചികിത്സാ രീതിയിലും മാറ്റങ്ങൾ വരാം. പൊതുവെ 3 തരം ചികിത്സകളാണ് നമ്മൾ ഓറൽ ക്യാൻസറിന് വേണ്ടിയിട്ട് ചെയ്യാറുള്ളത്. ഒന്ന് ശസ്ത്രക്രിയ, സർജറി, അതായത് ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ഭാഗം എടുത്തു കളയാം. പിന്നുള്ളത് കീമോതെറാപ്പി അല്ലെങ്കിൽ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സാ രീതി. അതിൽ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന തരം കീമോതെറാപ്യൂട്ടിക് ഏജൻസ് അല്ലെങ്കിൽ പലതരം മരുന്നുകൾ മുതൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഇമ്മ്യൂണോതെറാപ്പി പോലത്തെ ഏറ്റവും നൂതനമായ ചികിത്സാ രീതികൾ വരെയുണ്ട് അതിൽ. പിന്നെ മൂന്നാമത്തെ ചികിത്സാ രീതിയാണ് റേഡിയോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ. റേഡിയോതെറാപ്പി എന്നുള്ള വാക്ക് പൊതുവെ എല്ലാവർക്കും പരിചിതമാണ്. അപ്പോൾ ഇങ്ങനെ 3 ചികിത്സാ രീതികളാണ്
പൊതുവെ ഓറൽ ക്യാൻസറിന് വേണ്ടിയുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു ചികിത്സാ രീതി, അതായത് രോഗത്തിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ രോഗത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ച് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ചികിത്സാ രീതിയോ അല്ലെങ്കിൽ ഇതിൻ്റെ പല കോമ്പിനേഷൻസ്, ഇതിൽ ഏതെങ്കിലും 2 തരം ചികിത്സാ രീതിയോ, ചിലതിൽ 3 തരം ചികിത്സാ രീതികളും വേണ്ടി വരാം. ഇതിൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി എന്ന് പറയുന്ന ചികിത്സാ രീതിയിലേക്ക് വരുമ്പോൾ അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ വായിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു ചികിത്സയല്ല ഈ ശസ്ത്രക്രിയ. മിക്കപ്പോഴും ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ വായിൽ വരുന്ന ക്യാൻസറുകൾ കഴുത്തിലേക്ക്, പ്രത്യേകിച്ച് അവിടുത്തെ ലിംഫ് നോഡുകൾ എന്ന് പറയും, നമുക്ക് കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ്. അപ്പോൾ അതിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശസ്ത്രക്രിയ കഴുത്തിലേക്കും നീണ്ടുപോകും ഈ ശസ്ത്രക്രിയ. അപ്പോൾ വായിൽ മാത്രമല്ല കഴുത്തിലേക്കും ശസ്ത്രക്രിയ വരാം. നമ്മൾ കീമോതെറാപ്പി എടുക്കുമ്പോൾ അത് വായിലെ ക്യാൻസറിന് വേണ്ടിയാണെങ്കിലും നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന മരുന്നായതുകൊണ്ട് അതിൻ്റെ പാർശ്വഫലങ്ങൾ, അതിൻ്റെ എഫക്റ്റ് ബാക്കിയുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വരാം. റേഡിയേഷൻ എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് ബാക്കിയുള്ള ഭാഗങ്ങളിൽ വരാം. നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് സിംറ്റംസ് ആയാലും കാരണങ്ങളുമായിരുന്നു. പക്ഷെ ഇതെങ്ങനെയാണ് ടെസ്റ്റ്, അതായത് ഓറൽ ക്യാൻസർ ഉണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമ്മുടെ കോളേജിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഉള്ളത് അതിനുള്ള? ഓറൽ ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നത് അതിൻ്റെ ചികിത്സാ വിജയത്തിനേറെ സഹായകരമാണ്. അപ്പോൾ അതിന് കുറച്ച് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ഒന്നാമതായി ഈ ഓറൽ സ്ക്രീനിങ് തന്നെ, അത് നേരത്തെ പറഞ്ഞല്ലോ. രണ്ടാമത്തേത് ടൊളുഡിൻ ബ്ലൂ സ്റ്റെയിനിങ്, അതായത് ടൊളുഡിൻ ബ്ലൂ എന്നൊരു രാസവസ്തു നമ്മുടെ ആ പ്രീമാലിഗ്നൻ്റ് ലീഷനിൽ അപ്ലൈ ചെയ്യുക. ക്യാൻസർ സെൽസ് എല്ലാം ബ്ലൂ കളറായിട്ട് മാറും. ഓക്കെ, അതാണ് ടൊളുഡിൻ ബ്ലൂ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. അടുത്തത് വിസിലൈറ്റ് അല്ലെങ്കിൽ വെയിൽസ്കോപ്പ്, പ്രത്യേക ഒരു ലൈറ്റ് ഉപയോഗിച്ച് നമ്മുടെ വായുടെ ആ ലീഷൻസ് ലൈറ്റ് അടിച്ച് നോക്കി കാണുന്നുണ്ട്. അപ്പോൾ ഓറൽ ലീഷൻസ്, ഓറൽ ക്യാൻസർ സെൽസ് എല്ലാം വേറൊരു ലൈറ്റിലായിരിക്കും കാണുന്നത്. സാധാരണ സെല്ലുകൾ ഒരേ നിറത്തിലും ഒരേ പാറ്റേണിലുമായിരിക്കും കാണുന്നത്. എന്നാൽ ഓറൽ ക്യാൻസർ സെല്ലുകൾ വേറൊരു രീതിയിലായിരിക്കും കാണുന്നത്. അടുത്തത് ബയോപ്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കോശം എടുത്ത് പരിശോധിക്കുന്നതാണ് ബയോപ്സി. അത് പല ടൈപ്പ് ഓഫ് ബയോപ്സീസ് ഉണ്ട്. എക്സിഷണൽ ബയോപ്സി, ഇൻസിഷണൽ ബയോപ്സി, പഞ്ച് ബയോപ്സി, ബ്രഷ് ബയോപ്സി, അങ്ങനെ പലതരമുണ്ട്. ഇനി അടുത്തത് ഇമേജിംഗ് സ്കാൻസിൽ വരുന്നത് CBCT, കോൺബീം കമ്പ്യൂട്ടർ ടോമോഗ്രഫി. അപ്പോൾ അതിൽ ഓറൽ ക്യാൻസർ നമ്മുടെ എല്ലുകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് CBCT. ഇനി അതുകൂടാതെ MRI, CT, PET. അപ്പോൾ അതൊക്കെ ക്യാൻസർ ഒരുപാട് വ്യാപിച്ചിട്ടുണ്ടോ, മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഏരിയയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവയെ ഓരോന്നെടുക്കുന്നത്. ഇവിടെയുള്ള ഫെസിലിറ്റീസ് ഒന്നാമതായി CBCT നമുക്കുണ്ട്. പിന്നെ അതുപോലെ ടുബാക്കോ സെസേഷൻ ക്ലിനിക് അവൈലബിൾ ആണ്. അതായത് പുകയില ഉപയോഗിക്കുന്നവരെ നിർത്താൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങും അതിന് വേണ്ട മരുന്നുകൾ കൊടുക്കുക. അപ്പോൾ അതാണ് ടുബാക്കോ സെസേഷൻ ക്ലിനിക്സ്. പിന്നെ പുകയില ഉപയോഗിക്കുന്നവരിൽ എത്രത്തോളം കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാനുള്ളൊരു ബ്രെത്ത് അനലൈസറും നമുക്ക് ലഭ്യമാണ്. അതുകൂടാതെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രം ഡെവലപ്പ് ചെയ്ത ഒരു ഓറൽ സ്കാനും നമുക്ക് ലഭ്യമാണ്. ഓറൽ സ്കാൻ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ലൈറ്റ് ഉപയോഗിച്ച് പ്രീമാലിഗ്നൻ്റ് ലീഷൻസ് നേരത്തെ തിരിച്ചറിയാനുള്ളതാണ് ഈ ഓറൽ സ്കാൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ചികിത്സാ രീതികൾ, അതായത് ഓറൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ വഴി നമുക്ക് വായിൽ കാണുന്ന ഒരു മുറിവോ അല്ലെങ്കിൽ വായിൽ കാണുന്ന ഒരു പാടോ ഓറൽ ക്യാൻസർ ആണെന്ന് നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് തീർച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്തത്. അതിനുവേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ ബയോപ്സി എന്ന പേരിൽ പറയപ്പെടുന്നത്. ബയോപ്സിക്കായി ചെയ്യുന്നത് നേരത്തെ മാഡം പറഞ്ഞു, ബയോപ്സി 2 തരത്തിലാണ് മെയിനായിട്ടുമുള്ളത്. ഒന്ന് എക്സിഷണൽ ബയോപ്സി, വേറൊന്ന് ഇൻസിഷണൽ ബയോപ്സി. ഇൻസിഷണൽ ബയോപ്സിയുടെ തന്നെ പല വകഭേദങ്ങളുണ്ട്. എക്സിഷണൽ ബയോപ്സി എന്ന് പറഞ്ഞാൽ ആ കാണുന്ന പാട് അല്ലെങ്കിൽ മുറിവ് അല്ലെങ്കിൽ ക്യാൻസർ എന്ന് സംശയിക്കുന്ന കോശങ്ങളെ മുഴുവനായിട്ട് എടുത്തു കളയുക, അങ്ങനെ അത് ടെസ്റ്റിന് വിടുക, അതാണ് എക്സിഷണൽ ബയോപ്സി. എന്നാൽ ഇൻസിഷണൽ ബയോപ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഭാഗം, നമുക്ക് കാണാവുന്ന തടിപ്പിൻ്റെയോ മുറിവിൻ്റെയോ അല്ലെങ്കിൽ ക്യാൻസർ എന്ന് സംശയിക്കുന്ന ഭാഗത്തിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ മുറിച്ചെടുത്ത് അത് പരിശോധനയ്ക്ക് വിടുക, അതിനെയാണ് ഇൻസിഷണൽ ബയോപ്സി എന്ന് പറയാം.
പൊതുവെ ക്യാൻസറിൻ്റെ ചികിത്സയിൽ നമ്മൾ എക്സിസ്റ്റണൽ ബയോപ്സി ആദ്യഘട്ടത്തിൽ ചെയ്യാറില്ല. ക്യാൻസർ ആണെന്ന് നമുക്ക് സംശയം കൂടുതൽ തോന്നിയാൽ നമ്മൾ പൊതുവെ ഇൻസിഷണൽ ബയോപ്സിയിലേക്കാണ് പോവാറ്. കാരണം നമ്മൾ എക്സിഷണൽ ബയോപ്സിയിലേക്ക് പോയാൽ ചിലപ്പോൾ ക്യാൻസറിൻ്റെ കോശങ്ങൾ മുഴുവനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റിയെന്ന് വരില്ല. കാരണം ക്യാൻസർ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഭാഗങ്ങളെക്കാൾ കൂടുതൽ മൈക്രോസ്കോപ്പിക് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ കോശങ്ങളിലേക്ക് വേറെ അടുത്തുള്ള നമ്മൾ കാണുമ്പോൾ പൊതുവെ കുഴപ്പമില്ല എന്ന് തോന്നുന്ന കോശങ്ങളിലേക്കും ഈ ക്യാൻസറിൻ്റെ സെല്ലുകൾ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവേ നമ്മൾ ഇൻസിഷണൽ ബയോപ്സിയാണ്, അല്ലെങ്കിൽ ആ ലീഷൻ അല്ലെങ്കിൽ ആ കുറച്ച് കോശങ്ങളെടുത്ത് പരിശോധനയ്ക്ക് വിടുന്ന രീതിയാണ് ക്യാൻസറിൻ്റെ ഡയഗ്നോസിസിൽ നമ്മൾ പൊതുവെ നോക്കാറ്. ബയോപ്സി ചെയ്തു കഴിഞ്ഞാൽ ആ ബയോപ്സി പ്രോസസ്സ് ചെയ്യാനുള്ളൊരു ലബോറട്ടറി സൗകര്യം ആവശ്യമാണ്. അത് നമുക്കിവിടെ അവൈലബിൾ ആണ്. ലാബിൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത് അത് കഴിഞ്ഞ് ബയോപ്സി റിപ്പോർട്ട് ചെയ്യുന്ന സ്പെഷ്യാലിറ്റിയാണ് ഓറൽ പത്തോളജി. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ റിപ്പോർട്ട് കിട്ടിക്കഴിയുക, ഒരു പോസിറ്റീവ് റിപ്പോർട്ട് ഒരു പേഷ്യൻറ്റിന് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമല്ല, എസ്പെഷ്യലി ക്യാൻസറിൻ്റെ കേസിൽ. അപ്പോൾ നമ്മളത് കൊടുക്കുന്ന സമയത്ത് നമ്മളത് പേഷ്യൻറ്റിനെ, അതുപോലെ പേഷ്യൻ്റെ കൂടെയുള്ള ആൾക്കാർ, നമ്മൾ കൂടെയുള്ള മകനോ മകളോ അല്ലെങ്കിൽ സ്പൗസോ ആര് വേണമെങ്കിലും ആവാം. അപ്പോൾ അവരെ അത് പറഞ്ഞ് അവരൊരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഇല്ലാത്ത രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി ആ രീതിയിലുള്ളൊരു കൗൺസിലിംഗ് കൂടെ അതിൻ്റെ കൂടെ ആവശ്യമാണ്. അതായത് നമ്മൾ ഈ ന്യൂസ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയും, ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ്. അപ്പോൾ ഈ ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് വളരെ കെയർഫുള്ളായിട്ട് വളരെ പക്വതയോടുകൂടെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതും നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്ത് അത് കഴിഞ്ഞ് നമുക്കിവിടെ ഫർദർ ട്രീറ്റ്മെൻറ്റ്, എന്തായാലും ഓറൽ ക്യാൻസറിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഫർദർ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. സാർ നേരത്തെ പറഞ്ഞ ചികിത്സാ രീതികളിലേക്കൊക്കെ പോകേണ്ട ആവശ്യം വരും. അപ്പോൾ അങ്ങനെ ഉള്ള ചികിത്സാ രീതികളിലേക്ക് പോകാൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് അവരെ റെഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു ഗൈഡൻസ്, എങ്ങോട്ടേക്ക് പോകണം, ഏതൊക്കെയാണ് അടുത്തുള്ള സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഡോക്ടേഴ്സ്, അങ്ങനെയുള്ളൊരു ഗൈഡൻസും കൂടെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാത്ത്, അതായത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു കോഴ്സ്, ആ ഒരു ടൈമിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിനെ നമുക്കതിനെ ഒരു പാലിയേറ്റീവ് കെയർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. അതായത് ന്യൂസ് ബ്രേക്ക് ചെയ്യുന്ന സമയം തൊട്ട്, അതായത് പേഷ്യൻറ്റിന് റിപ്പോർട്ട് കൊടുക്കുന്ന സമയം തൊട്ട് ആ ഒരു ഫാമിലി ഒരു സ്ട്രെസ്സിലേക്ക് കൂടെ പോകാൻ തുടങ്ങുവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ സമയം തൊട്ടേ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുള്ളൊരു ഗൈഡൻസ്, ട്രീറ്റ്മെൻറ്റ് എങ്ങനെ പോകണം, എവിടെ കാണിക്കണം, ഏതൊക്കെ രീതിയിൽ പോകാം, ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം അവരെ അറിയിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ നോക്കണം എന്ന് പറയുക. അതുപോലെ അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ റീഹാബിലിറ്റേഷൻ പോലെ പ്രോസ്തസിസോ എന്തെങ്കിലുമൊക്കെ ഒരു റീപ്ലേസ്മെൻ്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ ചെറിയ രീതിയിലുള്ള ഫെസിലിറ്റി അതിനും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് തിരിച്ചു വിളിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫോളോ അപ്പ്, അത് ചിലപ്പോൾ ഓൺ കോൾ ആയിരിക്കാം, ഓൺ കോൾ ഫോളോ അപ്പ്, പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ത്രൂ ഔട്ട് ദ കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പാലിയേറ്റീവ് കെയറും കൂടെയാണ് റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ, അതായത് ബയോപ്സി റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ ഡയഗ്നോസിസ് കൊടുത്ത് നമ്മൾ ജസ്റ്റ് പേഷ്യൻറ്റിന് വിടുകയല്ല, അത് കഴിഞ്ഞിട്ട് ത്രൂ ഔട്ട് ദ ട്രീറ്റ്മെൻറ്റ് കോഴ്സ് അവരുടെ ആ ഒരു ഡിസീസിൻ്റെ കൂടെ, ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ ഗൈഡ് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഈ ഓറൽ ക്യാൻസർ ആയിക്കോട്ടെ, ഏത് ഡിസീസ് ആയാലും അതെല്ലാം നമുക്കൊരു ഐസ്ബർഗ് പോലെ കമ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഡയഗ്നോസ് ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത് ചെറിയൊരു നമ്പറാണ്. പക്ഷേ ഈ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി കേസസ് ഇതുപോലെ അൺഡയഗ്നോസ്ഡ് ആയിട്ടും തെറ്റായിട്ടുള്ള ഡയഗ്നോസിസ് ആയിട്ടും അതോ ആൾക്കാരത് മനസ്സിലാക്കാൻ സാധിക്കാത്തതായിട്ടോ പേടി കാരണം ഡോക്ടറിൻ്റെ അടുത്ത് വരാത്തൊരു ഗ്രൂപ്പ് കാണും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ക്യാൻസറിൻ്റെ പ്രിവലൻസ്, ക്യാൻസറിൻ്റെ പ്രസൻസ് കൂട്ടാനുള്ള കാരണം. അപ്പോൾ ഡെഫിനറ്റ്ലി കോളേജിലേക്ക് വരുന്ന പേഷ്യൻറ്റിന് അറിയാം ക്യാൻസർ ഉണ്ടെന്നോ, പേഷ്യൻ്റ് ഒരു സസ്പീഷൻ ഉള്ളതുകൊണ്ടായിരിക്കും കോളേജിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെല്ലാം അത് ആ ഒരു പ്രൊസീജിയറിൽ കൂടെ പോകും. ബട്ട് ഈ കമ്മ്യൂണിറ്റിയിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പല ആൾക്കാരും ധൈര്യം ഉണ്ടാവില്ല, ഒരു ക്യാൻസർ പേടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ സാധ്യത കുറവാണ്. അപ്പം അങ്ങനെ ഒരു പേടി കാരണമോ ഇല്ലെങ്കിൽ അവർക്ക് ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വേദനയില്ലാത്ത മുറിവുകളാണെങ്കിൽ അതൊരു ഇഗ്നോർ ചെയ്യും, അതൊരു ക്യാൻസർ അല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്ക് കാണും. അപ്പം അങ്ങനത്തെ കുറേ ലീഷൻസ് ഈ കമ്മ്യൂണിറ്റിയിലുണ്ടാവും. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം.
അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിക് ഹെൽത്ത് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ നമുക്ക് കുറേ ക്യാമ്പസ് നടത്താറുണ്ട്. ഈ ക്യാമ്പ് നടത്താനുള്ള മെയിൻ ഉദ്ദേശം തന്നെ സ്ക്രീനിങ് ആണ്. എന്നുവെച്ചാൽ ആർക്കെങ്കിലും ഓറൽ ക്യാൻസറിൻ്റെ സംശയം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാമ്പ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു 2014 തൊട്ട് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസസും റോട്ടറി ക്ലബ്ബുമായിട്ട് ചേർന്ന് ഒരു സേ നോ ടു ഓറൽ ക്യാൻസർ പ്രോഗ്രാം എന്നൊരു പ്രോജക്റ്റ് നമ്മൾ കഴിഞ്ഞ 11 വർഷമായിട്ട് നടത്തി വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുക. ക്യാമ്പിൽ നിന്ന് നേരത്തെ തന്നെ ക്യാൻസറോ ഈ പൊട്ടൻഷ്യലി മാലിഗ്നന്റ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ നേരത്തെ മനസ്സിലാക്കിയിട്ട് അവരെ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ട് കോളേജിലുള്ള ബാക്കി മൾട്ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രോച്ചോട് കൂടി അതിനെ ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് ഇല്ലെങ്കിൽ വരാൻ പോകുന്ന ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ ബോധവൽക്കരണം നടത്തുക. ഇതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പം അങ്ങനെ ഒരു പ്രോജക്റ്റ് 11 വർഷമായിട്ട് നടന്നിട്ടുണ്ട്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് 2021 റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു മൊബൈൽ ടെലിമെഡിസിൻ യൂണിറ്റ്, മൊബൈൽ ഡെൻറ്റൽ യൂണിറ്റ് ഫോർ ഓറൽ ക്യാൻസർ സ്ക്രീനിങ് കോളേജിന് ലഭിച്ചു. ഈ പറയുന്ന ഫെസിലിറ്റീസ് എല്ലാം ഈ ഒരു മൊബൈൽ യൂണിറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് 2 ഡെൻറ്റൽ ചെയർ ഉണ്ട്. പ്രാഥമിക ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം അതിനകത്ത് ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ ഓറൽ ക്യാൻസർ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടുള്ള ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഓറൽ സ്കാൻ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഓറൽ സ്കാൻ എന്ന് പറഞ്ഞൊരു ഡിവൈസും ഈ കാർബൺ മോണോക്സൈഡ് ബ്രെത്ത് അനലൈസറും ഒരു ഡിജിറ്റൽ എക്സ്റേയും ആവശ്യമുണ്ടെങ്കിൽ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഒരു വൈഫൈ ഫെസിലിറ്റിയും ഒരു വീഡിയോ കോൺഫറൻസിങ് ഫെസിലിറ്റിയും ആ വാഹനത്തിലുണ്ട്. അപ്പോൾ ആ വാഹനം വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഇത്രയും നേരത്തെ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആ ഒരു പേരിൽ നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റായിട്ടും സ്ക്രീനിങ് ആയിട്ടും ബോധവൽക്കരണ ക്യാമ്പുകളും പ്രോഗ്രാംസും നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ പാത്തോളജിയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറിയും. അപ്പോൾ ഈ ഒരു ടീമിൻ്റെ കൂടെയാണ് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഔട്ട്റീച്ച് ആയിട്ടും ഇവിടെ വരുന്ന പേഷ്യൻസിനും വേണ്ടി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ടീമായിട്ടാണ്. ഈ 4 ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഈ സേ നോ ടു ഓറൽ ക്യാൻസർ പ്രോജക്റ്റിൻ്റെ മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതല്ലാതെ തന്നെ വേറെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പല ട്രീറ്റ്മെൻറ്റും ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പാർട്ടിസിപ്പേഷന് കൂടെയാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ഇന്നത്തെ ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് തന്നെ പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുക്കാനാണ്. ഇന്ന് നമ്മോടൊപ്പം ചേർന്ന ഇന്ദിരാഗാന്ധി ഡെന്റൽ കോളേജിലെ ഡോക്ടേഴ്സിന് IIT റേഡിയോയുടെ വക ബിഗ് താങ്ക് യു. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദിസ് ഈസ് ഫ്രോം IIT റേഡിയോ. ഇറ്റ്സ് മീ RJ Faf സൈനിങ് ഓഫ്.